Good morning students, welcome to the video. Next topic എന്ന് പറയാൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു സ്റ്റേജ് ഉള്ള ആംപ്ലിഫയർ ആണ്. ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ പ്രത്യേകത ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് ഗെയിൻ ലിമിറ്റഡ് ആണ്. നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരു ഇൻപുട്ടിൽ ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ 1 വോൾട്ട് കൊടുത്തു, ഔട്ട്പുട്ടിൽ വോൾട്ട് കിട്ടി. ഗെയിൻ എത്ര? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, അതായത് 20 ഡിവൈഡ് ബൈ 1 20 ആണ് കിട്ടിയെങ്കിൽ പലപ്പോഴും ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് മതിയാകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിലധികം സ്റ്റേജ് കണക്ട് ചെയ്യും. ഒരു സ്റ്റേജിന് പകരം 2 or 3 ആംപ്ലിഫയർ സ്റ്റേജ് കണക്ട് ചെയ്യും. എങ്ങനെ കണക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ കൊടുക്കും. രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ കൊടുക്കും. ഈ രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എടുത്ത് മൂന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഇനി ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഗെയിനെ നമുക്ക് AV1 എന്ന് പറയാം, വോൾട്ടേജ് ഗെയിൻ. രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ AV കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിനെ AV2 എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിനെ AV3 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ കാണുന്നത് എങ്ങനെ? മൊത്തത്തിലുള്ള ഈ മൂന്നിന്റെ ഒരുമിച്ച് ചേർത്തുള്ള വോൾട്ടേജ് ഗെയിൻ എങ്ങനെ കാണാം? അതായത് ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എങ്ങനെ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവറോൾ വോൾട്ടേജ് ഗെയിൻ AV എന്ന് പറഞ്ഞാൽ AV1 ഇൻറ്റു AV2 ഇൻറ്റു AV3. ഉദാഹരണത്തിന് ഒന്നാമത്തെ ഗെയിൻ 5, രണ്ടാമത്തെ ഗെയിൻ 10, മൂന്നാമത്തെ ഗെയിൻ 5. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള ഗെയിൻ എന്ന് പറഞ്ഞാൽ 5. ഒന്നാമത്തെ ഗെയിൻ എത്ര? AV1 എത്ര? 5. AV2 എത്ര ആണ്? 10. AV3 എത്ര? 5. എത്ര വരും? 5 into 10 50. 50 into 5 250. അപ്പോൾ മൊത്തത്തിലുള്ള ഗെയിൻ 250. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിൽ 1 വോൾട്ട് കൊടുത്താൽ ഈ മൂന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ എത്ര വരും? ഗെയിൻ 250 ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 വോൾട്ട്. നമുക്കറിയാം ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് ഗെയിൻ എത്ര? 250. ഇൻപുട്ട് എത്രയാണ്? 1. അപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര കിട്ടും? 250 വോൾട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് വലിയൊരു സിഗ്നൽ ആയിരിക്കും. അത് നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ സഫീഷ്യന്റ് ആയിരിക്കത്തില്ല. പലപ്പോഴും പല പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. സോ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ ലാർജ് ഗെയിൻ, we connect
more than one stages of amplifier. That is known as multi-stage amplifier. The gain obtained from a single stage amplifier is limited and it cannot be used for practical application. ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ വി കണക്ട് മോർ ദാൻ one stages of amplification. Okay, the connection is in such a way that output of first amplifier is connected to input of second amplifier and output of second amplifier is connected to input of third amplifier and so on. If voltage gain of first amplifier is AV1 and voltage gain of second amplifier is AV2 and voltage gain of the final one is AV3, then overall voltage gain is equal to AV1 into AV2 into AV3. അപ്പോൾ ഒരു മൾട്ടിസ്റ്റേജ് ആംപ്ലിഫയറിൽ വോൾട്ടേജ് ഗെയിൻ AV1 എന്ന് വെച്ചു. ഒന്നാമത്തെ സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ AV1, രണ്ടാമത്തിന്റെ AV2, മൂന്നാമത്തിന്റെ AV3. അങ്ങനെയാണെങ്കിൽ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് AV1 into AV2 into AV3. ഇതാണ് മൾട്ടിസ്റ്റേജ് ആംപ്ലിഫയർ. അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ വരയ്ക്കാൻ പോയി. ടു സ്റ്റേജ് RC coupled amplifier. സിമ്പിൾ ആണ്. ഫസ്റ്റ് RC coupled amplifier വരയ്ക്കുന്നു. ബേസ്, കളക്ടർ, എമിറ്റർ. എമിറ്ററിൽ ഞാൻ എമിറ്റർ റെസിസ്റ്റർ വരയ്ക്കുന്നു. കളക്ടറിൽ കളക്ടർ റെസിസ്റ്റർ വരയ്ക്കുന്നു. ബയസിങ്ങിന് വേണ്ടി R1 R2 കൊടുക്കുന്നു. ഇൻപുട്ട് സിഗ്നലിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കപ്പാസിറ്റർ C1 ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്റ്റേജുള്ള ആംപ്ലിഫയർ ആണ്. ഇവിടെ R1 R2 ഉപയോഗിക്കുന്ന ബയസിങ്ങിന്, R ഉപയോഗിക്കുന്നത് സ്റ്റെബിലൈസേഷന്. ആംപ്ലിഫയർ സിഗ്നൽ വരുന്നത് കളക്ടർ റെസിസ്റ്ററിൽ. അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. ബൈപ്പാസ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് AC യെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ AC R വഴി ഒഴുകും. അതിന് അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും. അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. അങ്ങനെ വോൾട്ടേജ് ഗെയിൻ കുറയും. അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടി ബൈപ്പാസ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമതൊരു സ്റ്റേജ് കൂടെ വരയ്ക്കുന്നു. R1 R2 RE C RC. ഇനിയാണ് ഇപ്പം രണ്ട് RC കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ വരച്ചു. ഇനി ഫസ്റ്റ് സ്റ്റേജിനെ സെക്കൻഡ് സ്റ്റേജുമായിട്ട് കണക്ട് ചെയ്യുന്നത് കപ്പാസിറ്റർ ഉപയോഗിച്ചാണ്. കപ്പാസിറ്റർ CC ഉപയോഗിച്ചാണ് ഒന്നാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ടിനെ രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ CC, അതായത് CC എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റർ ആണ്. ഈ കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് ഒന്നാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ടിനെ രണ്ടാമത്തെ സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജിന് സപ്ലൈ കൊടുക്കണമല്ലോ. അത് ഈ ഒറ്റ സപ്ലൈയിൽ നിന്ന് എല്ലാത്തിനും സപ്ലൈ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഔട്ട്പുട്ട് എടുക്കണമല്ലോ.
ഔട്ട്പുട്ട് ഒരു കപ്പാസിറ്റർ വഴി നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് ജസ്റ്റ് ആണെന്ന് പറയാം. നമ്മൾ ചെറിയൊരു ഇൻപുട്ട് സിഗ്നല് ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ബേസിൽ കൊടുത്താൽ ഒന്നാമത്തെ ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്ത സിഗ്നല് കളക്ടർ റെസിസ്റ്ററിൽ വരും. പക്ഷെ അത് തലതിരിഞ്ഞാണ് കളക്ടർ റെസിസ്റ്ററിൽ വന്നത്. കാരണം നമുക്കറിയാം, ഒരു ആംപ്ലിഫയർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നതോടൊപ്പം അതിനെന്തോ ചെയ്യും, ഇൻവേർട്ട് ചെയ്യും സിഗ്നലിനെ. ഒന്നാമത്തെ സ്റ്റേജിന്റെ കളക്ടർ റെസിസ്റ്ററിൽ വന്ന ഈ ആംപ്ലിഫൈഡ് സിഗ്നലിനെ കപ്പാസിറ്റർ വഴി രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ കൊടുക്കും. രണ്ടാമത്തെ ആംപ്ലിഫയർ അതിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്ത സിഗ്നല് രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ കളക്ടർ റെസിസ്റ്ററിൽ വരും. അത് വീണ്ടും തലതിരിയും, അത് വീണ്ടും ഇൻവേർട്ട് ചെയ്യും. അങ്ങനെ ഔട്ട്പുട്ടിൽ ഇതേപോലെ സിഗ്നൽ വന്നു. നമുക്ക് അറിയാം, 2 പ്രാവശ്യം തലതിരിഞ്ഞാൽ എന്തോ ചെയ്യും, നേരെയാവും. അതേപോലെയാണ് ഇവിടെ സിഗ്നലും. ആദ്യത്തെ ആംപ്ലിഫയർ അതിനെ ഇൻവേർട്ട് ചെയ്തു. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. രണ്ടാമത്തെ ആംപ്ലിഫയറും അതിനെന്തോ ചെയ്തു, ഇൻവേർട്ട് ചെയ്തു. അപ്പോൾ അത് നേരെയായി. ഇപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ യാതൊരു ഫേസ് ഡിഫറൻസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഞാൻ ഒന്നുകൂടെ വർക്കിംഗ് പറയാം. നമ്മള് ഇൻപുട്ട് സിഗ്നല് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ കണക്ട് ചെയ്യും. ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ബേസ് ഓഫ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ത്രൂ കപ്പാസിറ്റർ C1. ഫസ്റ്റ് ആംപ്ലിഫയർ വിൽ amplify that signal and amplified signal will come across collector resistor RC. ഒന്നാമത്തെ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുന്ന സിഗ്നല് ഈ കളക്ടർ റെസിസ്റ്റർ RCയിൽ വരും. That amplified signal is connected to base of second amplifier through capacitor CC. ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ കളക്ടർ റെസിസ്റ്ററിൽ വന്ന സിഗ്നലിനെ രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ബേസിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ കപ്പാസിറ്റർ CC ആണ്. Second amplifier also amplify the signal and amplified signal will appears across collector resistor of second amplifier. രണ്ടാമത്തെ ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്യും. ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിൽ രണ്ടാമത്തെ കളക്ടർ റെസിസ്റ്ററിൽ വരും. സിഗ്നൽ വീണ്ടും ഒന്ന് തലതിരിയുന്നുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യം ഇവിടെ ഇൻവേർട്ട് ചെയ്തുകൊണ്ട് സിഗ്നൽ നേരെയായി. ഒന്നുകൂടെ വർക്കിംഗ് പറയാം. നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ബേസിൽ കൊടുക്കുന്നു. ഒന്നാമത്തെ ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽ കളക്ടർ റെസിസ്റ്ററിൽ വരും. അത് ഇൻവേർട്ട് ചെയ്താണ് വരുന്നത്. ആ സിഗ്നലെ കപ്പാസിറ്റർ CC വഴി രണ്ടാമത്തെ ബേസിലേക്ക് കൊടുക്കും. രണ്ടാമത്തെ ആംപ്ലിഫയർ വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്ത സിഗ്നല് രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ കളക്ടർ റെസിസ്റ്റർ വരും. അത് വീണ്ടും ഇൻവേർട്ട് ചെയ്യപ്പെടും. ഇനി ഇൻപുട്ടും ഔട്ട്പുട്ടൂടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. ഓക്കെ, ഇതാണ് 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ വർക്കിംഗ്. ഓക്കെ.